ഓക്കെ, അപ്പം നമ്മളിവിടെ ആംഗുലർ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോജക്റ്റിന്റെ സ്ട്രക്ചർ നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് വരുന്നത് ഇതാണ് നമ്മുടെ ആംഗുലർ പ്രോജക്റ്റിന്റെ സ്ട്രക്ചർ. ഇതിൽ വരുന്നത് ആംഗുലർ ജേസൺ എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അതിനകത്ത് നമ്മുടെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതായത് ആംഗുലർ പ്രോജക്റ്റിന്റെ കോൺഫിഗറേഷനെ പറ്റി നമ്മൾ ഇവിടെ ജേസണിനകത്ത് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. അതായത് നമുക്കിപ്പോൾ പ്രൊഡക്ഷനിൽ ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക സ്റ്റൈൽസും അതുപോലെ ഏതെങ്കിലും ഒരു ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ജേക്വറി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആംഗുലർ ജേസണിനകത്ത് നമുക്ക് നമ്മുടെ ഈ പ്രോജക്റ്റിനകത്ത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഈ ആംഗുലർ ജേസണിനകത്ത് വരുന്നത്. പിന്നെ അത് പാക്കേജ് ജേസൺ ആണ്. പാക്കേജ് ലോക്ക് ജേസൺ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഇവിടെ പ്രോജക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ലോക്ക് ജേസൺ എന്ന് പറഞ്ഞ് വീഴുന്നതാണ്. പക്ഷേ ഒറിജിനൽ ഫയൽ എന്ന് പറയുന്നത് പാക്കേജ് ജേസൺ ആണ്. ഇതിനകത്തായിരിക്കും നമ്മുടെ നോഡ് മൊഡ്യൂൾസ് എല്ലാം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ ആക്ച്വലി ഡിപ്പെൻഡൻസീസും അതുപോലെ തന്നെ കുറേ മൊഡ്യൂൾസ് ആണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ആംഗുലർ കോർ എന്ന് പറയുന്നതിൻ്റെ വെർഷൻ എന്ന് പറയുന്നത് 19 ആണ്. ഓക്കെ, നിങ്ങൾ ആംഗുലർ വെർഷൻ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാക്കേജ് ജേസണിനകത്ത് നമ്മൾ ആംഗുലർ കോർ എന്ന് പറഞ്ഞൊരു ഡിപ്പെൻഡൻസി ഉണ്ട്. അതിൻ്റെ വെർഷൻ എന്ന് പറയുന്നത് 19 ആണ്. പിന്നെ ബാക്കിയുള്ള RxJS യൂസ് ചെയ്യുന്ന 7 വെർഷനാണ്. TSLib അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ വെർഷൻ എന്ന് പറയുന്നത് 5.6.2 ആണ്. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മൾ പുതിയ മൊഡ്യൂളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ പാക്കേജ് ജേസണിനകത്ത് ഇൻക്ലൂഡ് ചെയ്തങ്ങ് വരും. ഓക്കെ, പിന്നെ ഉള്ളത് TS കോൺഫിഗ് ഫയലാണ്. ഇതിനകത്ത് നമ്മുടെ ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ കോൺഫിഗറേഷൻ ആണ്. ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ കോൺഫിഗറേഷൻ ജേസൺ ഫയലാണിത്. ഇവിടെ സ്ട്രിക്റ്റ് നമ്മൾ കമ്പൈലർ ഓപ്ഷൻസിനകത്ത് നമ്മൾ സ്ട്രിക്റ്റ് ട്രൂ എന്ന് പറഞ്ഞാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ടൈപ്പ് എന്തെങ്കിലും നമ്മൾ കൊടുക്കാതിരിക്കുന്നോ അല്ലെങ്കിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ടൈപ്പ് മിസ്മാച്ച് വല്ലതും ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ എറർ കാണിക്കും. അതിന് വേണ്ടിയാണ് നമ്മളിവിടെ സ്ട്രിക്ട്നെസ് ഇവിടെ ട്രൂ ആക്കി കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണിക്കണ്ട അവിടെ ഒരു വാർണിങ്ങോ അല്ലെങ്കിൽ അവിടെ ഒരു ഇഷ്യൂ കാണിക്കണ്ട. പക്ഷെ നോർമലി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാൾസ് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോജക്റ്റിന്റെ സ്ട്രക്ചർ. ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് വരുന്ന SRCക്കകത്ത് വരുന്നത് index.html. സോ ഇവിടെ നമ്മുടെ മെയിൻ HTML ഫയൽ എന്ന് പറയുന്നത് index.html ഫയലാണ്. ഓക്കെ, അതിനകത്ത് നമ്മുടെ വരുന്നത് നമ്മുടെ HTML ടാഗ്, നമ്മുടെ HTML കണ്ടന്റ് ആണ് വരുന്നത്. ഇത് ബോഡിക്കകത്ത് ഇവിടെ ആപ്പ് റൂട്ട് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു കോമ്പോണന്റ് ആണ്. അപ്പോൾ നിങ്ങൾ റിയാക്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് റിയാക്ട് കോമ്പോണൻസ് എന്നൊക്കെ പറയില്ല, അതുപോലെ ആംഗുലറിനകത്തും നമുക്ക് ആംഗുലർ കോമ്പോണൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആംഗുലർ കോമ്പോണൻസ് വരുന്നതെന്ന് പറയുന്നത് 4 ഫയൽസ് ആയിട്ടായിരിക്കും വരുന്നത്. അതായത് നമ്മളൊരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 4 ഫയൽസ് ക്രിയേറ്റ് ചെയ്ത് വരും. അപ്പോൾ ആപ്പ് റൂട്ട് എന്ന് പറയുന്നത് ശരിക്കും ആപ്പ് കോമ്പോണന്റിന്റെ HTML ടാഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇത് ശരിക്കും പറയുന്നത് ആപ്പ് കോമ്പോണന്റ് ആണ്. ആപ്പ് കോമ്പോണന്റ് വരുന്നത് നമ്മുടെ നോർമലി ഒരു ആംഗുലർ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡീഫോൾട്ട് ആയിട്ട് വരുന്ന കോമ്പോണന്റ് ആണ് ആപ്പ് കോമ്പോണന്റ്. അതാണ് മെയിൻ കോമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആപ്പ് കോമ്പോണന്റിനകത്ത് 4 ഫയൽസ് ആണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അതിലൊന്ന് CSS ഫയലും, രണ്ടാമത്തെ HTML ഫയലും, മൂന്നാമത്തത് spec.ts ഫയൽ. ഇത് ആക്ച്വലി ഒരു യൂണിറ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഈ ഫയൽ ചെയ്യുന്നത്. മാൻഡറ്ററി അല്ല, പക്ഷെ നിങ്ങൾ യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്യുവാണെങ്കിൽ spec.ts എന്ന് പറഞ്ഞ ഫയല് വേണം. പിന്നെ വരുന്നത് TS ഫയലാണ്. ഇതിനകത്താണ് നമ്മൾ ആക്ച്വലി നമ്മുടെ ഫംഗ്ഷനാലിറ്റി, അതായത് ഈ ആപ്പ് കോമ്പോണന്റിന്റെ ഫംഗ്ഷനാലിറ്റി എല്ലാം നമ്മൾ ഇവിടെയാണ് എഴുതുന്നത്. ഇപ്പോൾ റിയാക്ടിന്റെ കേസിൽ എടുക്കുമ്പോൾ നിങ്ങൾ റിയാക്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ റിയാക്ട് കോമ്പോണന്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ കോമ്പോണന്റ് ആണ്. അതായത് എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ടൈപ്പ് സ്ക്രിപ്റ്റിനകത്തായിരിക്കും നമ്മുടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ എഴുതുന്നത്, അതുപോലെ HTML കാര്യങ്ങളൊക്കെ എല്ലാം എഴുതുന്നത് അവിടെ ആയിരിക്കും. പക്ഷെ അത് ഒരു ഒറ്റ കോമ്പോണന്റ് ആണ്. പക്ഷെ ആംഗുലർ കോമ്പോണന്റ് കേസിൽ വരുമ്പോൾ 4 എണ്ണമായിട്ടായിരിക്കും വരുന്നത്. അതായത് CSS, HTML, spec, അതുപോലെ TS ഫയലും. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ റൺ ചെയ്ത് നോക്കണമെങ്കിൽ നമ്മളിവിടെ ഒരു കമാൻഡ് കൊടുക്കുന്നത് ng സ്പേസ് സെർവ്. ng സ്പേസ് സെർവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോക്കലിൽ ഈ പ്രോജക്റ്റ് റൺ ആവും. കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അപ്പം നമ്മുടെ ലോക്കൽ URL ഇവിടെ വന്നിട്ടുണ്ട്. ലോക്കൽ ഹോസ്റ്റ് 4200 ആണ് വന്നിരിക്കുന്നത്. 4200 എന്ന് പറയുന്നത് ഡീഫോൾട്ട് പോർട്ട് നമ്പർ ആണ് ആംഗുലർ പ്രോജക്റ്റിനകത്ത് വരുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കോമ്പോണന്റ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ
ആപ്പ് കോമ്പോണന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞ ഈ 4 ഫയൽസിൽ അത് ആക്ച്വലി ഈ 4 ഫയൽസ് എന്ന് പറയുന്നത് ആപ്പ് കോമ്പോണന്റ് ആണ്. ആ കോമ്പോണന്റ് ആണ് നമ്മളിവിടെ ലോഡ് ചെയ്ത് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ HTML എന്ന് പറയുന്നത് നമ്മുടെ ആപ്പ് കോമ്പോണന്റിനകത്തുള്ള HTML ആണ്. ഈ ഒരു സാധനമാണ് വരുന്നത്. ഓക്കെ, ഇപ്പം ആക്ച്വലി ഞാൻ ഇത് എടുത്ത് കളയാണ്. അതായത് ഇത്രയും സാധനം കാണിക്കുമ്പോൾ ഞാനിവിടെ H1 എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി ടൈറ്റിൽ എന്ന് പറഞ്ഞ വേരിയബിൾ നെയിം ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്. അതെന്തെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഇമ്പോർട്ട്സ് റൗട്ടർ ഔട്ട്ലെറ്റ്. ഓക്കെ, റൗട്ടർ ഔട്ട്ലെറ്റ് നമുക്കിവിടെ തൽക്കാലം ഇപ്പോൾ ഇവിടെ കമൻറ്റ് ചെയ്യാം. നമ്മുടെ ഇവിടെ ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ടൈറ്റിൽ ആക്ച്വലി എന്ന് പറയുന്നത് നമ്മുടെ ടൈപ്പ് സ്ക്രിപ്റ്റിനകത്ത് വരുന്ന വേരിയബിൾ നെയിം ഉണ്ട്. അതായത് ഈ എക്സ്പോർട്ട് ക്ലാസ് എന്ന് പറയുന്ന ആപ്പ് കോമ്പോണന്റ്, ഇത് ആപ്പ് കോമ്പോണന്റ് ക്ലാസ് ആണ്. അതിനകത്ത് നമുക്ക് ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ഉണ്ടല്ലോ. ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞ വേരിയബിൾ ആണ്. അപ്പോൾ ഈ വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് നമുക്കിവിടെ ടൈറ്റിൽ എന്ന് അടിച്ചാൽ താഴെ നമുക്ക് എന്താ പറയുക, ഓട്ടോ കംപ്ലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കണം. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ എക്സ്റ്റൻഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആംഗുലർ ലാംഗ്വേജ് സർവീസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ആക്ച്വലി നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവിടെ ഓട്ടോ കംപ്ലീറ്റ് കാണിക്കുന്നുണ്ടോ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നമ്മൾ ടൈറ്റിൽ നിന്ന് കടിക്കുമ്പോൾ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഓട്ടോ കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ആപ്പ് കോമ്പോണന്റ് ഡോട്ട് ടൈറ്റിൽ. അത് ആക്ച്വലി വരുന്നത് നമ്മുടെ ഈ ഒരു കോമ്പോണന്റ് ഈ ആപ്പ് കോമ്പോണന്റ് ഡോട്ട് ടൈറ്റിൽ, ഈ ഒരു സാധനമാണ് നമ്മുടെ വാല്യൂവിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ടൈറ്റിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ഇൻ്റലിജൻസ് ആയിട്ട്, അതായത് ഓട്ടോ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഓപ്ഷൻ കാണിക്കും. പിന്നെ ഇനി അടുത്തത് വേണ്ടത് എനിക്ക് ഈ കേളി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി ക്ലോസും ആവണം. ഇപ്പോൾ ഞാനിവിടെ മാനുവലി ആണ് ഞാനിവിടെ കേളി ബ്രേസ് ഇവിടെ ക്ലോസ് ചെയ്യുന്നത്. അതിന് പകരം നമ്മളിവിടെ സെറ്റിങ്സിനകത്തോട്ട് പോയിട്ട് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബ്രാക്കറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഓട്ടോ ക്ലോസിംഗ് ബ്രാക്കറ്റ്സ്. ഇവിടെ ഇവിടെ ഡീഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത് ലാംഗ്വേജ് ഡിഫൈൻഡ് എന്നാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ ഓൾവേസ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓൾവേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഞാനിവിടെ ഓപ്പൺ ബ്രാക്കറ്റ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിവിടെ ക്ലോസ് ആവും. അപ്പോൾ ഞാനിവിടെ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടൈറ്റിൽ മാറും. അപ്പോൾ ഇവിടെ സേവ് ഓൾ കൊടുക്കുക. ഓക്കെ, ഇവിടെ ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞ നെയിം വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ടൈറ്റിലിൻ്റെ നെയിം മാറ്റണമെങ്കിൽ ഞാൻ ഈ കോമ്പോണന്റിനകത്തോട്ട് പോയിട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ മാറ്റിയിട്ട് വെൽക്കം ടു ആംഗുലർ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈറ്റിൽ തന്നെയായിരിക്കും ഇവിടെ വരുന്നത്, വെൽക്കം ടു ആംഗുലർ ട്യൂട്ടോറിയൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ആംഗുലർ പ്രോജക്റ്റ്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് എങ്ങനെ നമുക്ക് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് നോക്കാം. ഓക്കെ.